ഇപ്പം എൻ്റെ കയ്യിലൊരു സാധനം വരും. അത് വെച്ചിട്ട് ഒരു ചെറിയ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ? നല്ല നറിഷിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എഗ്ഗ്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നല്ല നാറ്റാണ്. ഡ്രൈ ഹെയറിനും ഓയിലി ഹെയറിനും പറ്റുന്ന രീതിയിൽ 2 പാക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. മുടിക്ക് സ്ട്രെങ്ത് കിട്ടുന്ന ഒരുപാട് പ്രോട്ടീൻസ്, കെരാറ്റിൻ ബിൽഡിംഗ് പ്രോട്ടീൻസ് എഗ്ഗിലുണ്ട്. അതുപോലെ തന്നെ ബയോട്ടിൻ പോലുള്ള അതർ വൈറ്റമിൻസും അതിനകത്തുണ്ട്. അതുപോലെ ഹെയർ ഫോളിക്കിൾസിന് അത് നറിഷ് ചെയ്യും. അതിലുള്ള നാച്ചുറൽ ഫാറ്റ്സ് ഹെയറിനൊരു ഷൈൻ ഒക്കെ കൊടുക്കും. അപ്പോൾ ഇതൊരു ഓയിലി ഹെയറിന് പറ്റുന്ന ഒരു പാക്കാണ്. അതുകൊണ്ട് യോക്ക് മാറ്റി വെച്ചിട്ട് എഗ് വൈറ്റിനകത്ത് നമ്മുടെ ഒരു ഇമൽ ജെൽ ഉണ്ടല്ലോ, സ്കാൽപ്പ് ഇമൽ ജെൽ, അത് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. മെഷീനൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഇമൽ ജെൽ ഇല്ലാത്തവർ വെറുതെ അലോവേര ജെൽ വെച്ചിട്ടാണെങ്കിലും ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്തത് ഡ്രൈ ഹെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് കണ്ടീഷനിങ് ആണ്. അതുകൊണ്ട് സ്പ്ലിറ്റൻസും ഡ്രൈനസ് ഒക്കെ കുറയ്ക്കും. അതുപോലെ തന്നെ യോക്സിനകത്ത് ലെസിത്തിൻ ഉണ്ട്. അപ്പോൾ അത് ഒരു ഇലാസ്റ്റിസിറ്റി ഒക്കെ കൊടുക്കും. ഈ പാക്ക് നല്ലപോലെ മുടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് 20-30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷാമ്പു പൗഡർ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഓൾറെഡി പർച്ചേസ് ചെയ്തവർ നിങ്ങൾ ഇതൊന്ന് വീക്ക്ലി വൺസ് ട്രൈ ചെയ്യുക. അടിപൊളി റിസൾട്ടാണ്. ഇനി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുക.